ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അതിൻ്റെ ഫസ്റ്റ് വന്ന ആ ഒരു പൂവാണ് കാണുന്നത്. എല്ലാ വീട്ടുകളിലും കണ്ടതുപോലെ ഞാനും ഒരു ചെറിയ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വെച്ചായിരുന്നു. ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ അതിനകത്തൊരു കായ് വന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കും അതിശയം തന്നെയാണ് തോന്നിയത്. എന്തായാലും ഭംഗിയോട് കൂടി നമ്മൾ നോക്കുന്നുണ്ട് തന്നെ നമുക്കൊരു കായ് ഇതിൽ തന്നെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും നട്ട് പൊടിപ്പിക്കുക. ഇതിൻ്റെ വിലയൊക്കെ പോയ വലിയ വിലയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ ഉള്ളത് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഈ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നട്ടത്. മൊത്തം 6 തൈ വെച്ചിട്ടുണ്ട്. അതിൽ 1 മാത്രമേ ഇത് വന്നിട്ടുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഇത് പഴുത്തിട്ടുണ്ട്. പഴുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. എന്തൊക്കെയായാലും ഇത് ഒരു വലിപ്പമുള്ളൊരു കായ തന്നെയാണ്, ചെറുതൊന്നുമല്ല. നമ്മളാ പച്ച കണ്ടതുപോലെയൊന്നുമല്ല. പഴുത്ത സമയത്ത് സ്വല്പം വലുതായിട്ടുണ്ട് ഇത്. എന്തായാലും നമുക്കിത് ഇവനെ കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള തൈകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് നട്ടുപിടിപ്പിക്കണം. നട്ടുപിടിപ്പിച്ചാൽ നല്ലൊരു ഫ്രൂട്ട്സാണിത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. അടിപൊളിയാണ് സുഹൃത്തുക്കളെ. ഇത് നല്ല വലിപ്പമുണ്ട്. എന്തൊക്കെയായാലും നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി അടുത്ത ഇതിൽ കാണാം.